ഹായ്, ഇന്ന് കരിഞ്ചാള മത്തിയും പിന്നെ നെമ്മീൻ്റെ പൊടിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ രണ്ടും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കരിഞ്ചാള മത്തി വറുക്കാൻ വേണ്ടി പുരട്ടി വെക്കുവാണേ. മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഇത് ഇത്രയും ചേർത്ത് വരഞ്ഞ മീനിനകത്തോട്ട് നല്ലപോലെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇന്ന് വറക്കുന്നില്ലേ. അപ്പോൾ കറി നെമ്മീൻ്റെ പൊടി കിട്ടിയേക്കുന്നത് കറി വെക്കാമെന്ന് വെച്ചാൽ കേട്ടോ. ഇത് നല്ലപോലെ പൊടികളെല്ലാം പുരട്ടി ഞാൻ ഫ്രിഡ്ജിലോട്ട് ഡബ്ബയിലാക്കി മാറ്റി വെച്ചേ. ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി മീനേ ഉള്ളൂ, അതാണ് ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിൽ പൊടിയെടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് ചൂടാക്കണ്ട. ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളിയും കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. മീൻ ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ ശകലം വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കുറുകിയ പരുവത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് നല്ല വെട്ടി തിളച്ച് വരണേ. എന്നിട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല വെട്ടി തിളയ്ക്കണേ. അപ്പോൾ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല തിള വരുവേ. അതിനകത്തോട്ട് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. നെയ്മീൻ്റെ പൊടിയായിരുന്നു, അപ്പോൾ ഇച്ചിരി ഉള്ളായിരുന്നു, അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെക്കാമേ. എന്നിട്ട് നല്ല തിള വരും. അപ്പോൾ ഒന്ന് 10-15 മിനിറ്റ് തുറന്നുകൂടെ വെച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞ് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് ഒന്ന് വെക്കാമേ. എന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ മീൻ കറി റെഡിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. ബായ്.